മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണനെ സംരക്ഷിച്ച് ചാർജ് മെമ്മോ. മൊബൈൽ ഹാക്ക് ചെയ്തുവെന്ന് പോലീസിന് വ്യാജ പരാതി നൽകിയതും മല്ലോ മുസ്ലിം ഓഫീസേഴ്സ് എന്നൊരു മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ചാർജ് മെമ്മോയിൽ പറഞ്ഞിട്ടില്ല. ചാർജ് മെമ്മോയുടെ പകർപ്പ് 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. മതങ്ങളുടെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ പണി പോകാതെ സംരക്ഷിച്ചു നിർത്താനുള്ള എല്ലാമുണ്ട് ഈ ചാർജ് മെമ്മോയിൽ. ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയിൽ നിയമപരമായി നിലനിൽക്കുന്ന കുറ്റങ്ങളെക്കുറിച്ച് പരാമർശമേയില്ല. ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയിൽ പറയുന്ന കാര്യങ്ങൾ ഇവയൊക്കെ: കെ ഗോപാലകൃഷ്ണൻ സംസ്ഥാനത്തെ IAS ഓഫീസർമാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചു, അനൈക്യത്തിന്റെ വിത്തുകൾ പാകി, ഓൾ ഇന്ത്യ സർവീസ് കേഡറുകൾ തമ്മിലുള്ള ഐക്യദാർഢ്യം തകർക്കാൻ ശ്രമിച്ചു. കെ ഗോപാലകൃഷ്ണനെതിരെയുള്ള കുറ്റങ്ങൾ ഇതിലൊതുക്കി. തന്റെ ഫോൺ ഹാക്ക് ചെയ്തുവെന്നായിരുന്നു ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയ പരാതി. എന്നാൽ ഫോറൻസിക് പരിശോധനയിലും മെറ്റയുടെ മറുപടിയിലും ഹാക്കിംഗ് നടന്നിട്ടില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചതാണ്. ഈ വിവരം സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ടായി ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ നൽകിയത് വ്യാജ പരാതിയാണെന്ന് ഉറപ്പിച്ചിട്ടും അക്കാര്യത്തെക്കുറിച്ച് ചാർജ് മെമ്മോയിൽ പറഞ്ഞിട്ടില്ല. മല്ലു മുസ്ലിം ഓഫീസേഴ്സ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അദീല അബ്ദുള്ള ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടും അതിനെക്കുറിച്ചും ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഇതോടെ കെ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന ആക്ഷേപം കൂടുതൽ ശക്തമാവുകയാണ്. IT വിദഗ്ധൻ കൂടിയ കെ ഗോപാലകൃഷ്ണൻ ഫോണുകൾ ഫോർമാറ്റ് ചെയ്ത ശേഷമാണ് പോലീസിന് കൈമാറിയത്. അതിനാൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് തെളിവുകളില്ല. എന്നാൽ വ്യാജ പരാതി നൽകിയതുൾപ്പെടെ തെളിവുള്ള വിഷയങ്ങൾ ചാർജ് മെമ്മോയിൽ നിന്ന് ഒഴിവാക്കിയത് സംരക്ഷിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഷഫീദ് റൗത്തർ, 24 തിരുവനന്തപുരം.